2013 ഈ സംഭവത്തിനു ശേഷം പിന്നീട് ജയസൂര്യ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വേറെ 2-3 സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. അന്നൊന്നും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ പല സിനിമകളും പുള്ളിക്കാരനായിട്ട് അത് കട്ട് ചെയ്തു. പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞു പല സിനിമകളും. അതായത് മിനു വേണ്ട എന്ന് മിനുവിന്റെ അവസരം ജയസൂര്യ നഷ്ടപ്പെടുത്തിയെന്നാണ്. അതെ നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ അമ്മ എന്ന അസോസിയേഷനിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ 3 സിനിമ അഭിനയിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ നമുക്ക് മെമ്പർഷിപ്പ് എന്റെ ഒരു സംശയം, അപ്പോഴൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായപ്പോ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായ കാര്യം അപ്പോഴൊന്നും മിനു തുറന്നു പറഞ്ഞില്ല 2013 വരെയും, അല്ലേ? ഇല്ല പറഞ്ഞില്ല. പറയാനൊരു അവസരം കിട്ടില്ല. ആരോട് പറയുന്നുള്ള ഒരു ഭീതിയായിരുന്നു. ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ 2013 കലാകൗമുദി മീഡിയയിൽ, കാരണം ഇത് വളരെ അസഹനീയമായിട്ട് തോന്നിയപ്പോ പലയിടത്തുനിന്നും എനിക്ക് ഇതുണ്ടായപ്പോൾ പിന്നെ ഇത് എങ്ങനെയെങ്കിലും പൊതുജനം അറിയണം, ജനങ്ങൾ അറിയണം എന്താണ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ കേരള കൗമുദിക്ക് ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. 2 ആരോപണങ്ങളാണ്. ഒന്ന്, താങ്കളുടെ അപമര്യാദയായി നടൻ പെരുമാറി. രണ്ടാമത്തത്, താങ്കളുടെ അവസരങ്ങൾ കട്ട് ചെയ്തു എന്നുള്ള ആരോപണമാണ് താങ്കൾ ലൈവിൽ തന്നെ പറയുന്നത്. അതെ. ഓക്കെ, അതിനുശേഷം ഇനി AMMയിലേക്ക് വന്നാൽ, താങ്കൾ 2013 ആകുമ്പോഴേക്ക് 2-3 സിനിമകളിൽ അഭിനയിച്ചിരുന്നു, അല്ലേ? അന്നേരം 6 സിനിമ കഴിഞ്ഞായിരുന്നു. ഓക്കെ, ഏതൊക്കെ സിനിമകളാണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ മിനു? അതെ, ഇങ്ങോട്ട് നോക്കിയേ, വൺ വേ ടിക്കറ്റ്, കലണ്ടർ, നാടകമേളകം, നല്ല പാട്ടുകാര്, ഏപ്രിൽ ഫൂള്, ആയുധം, പിന്നെന്താ ഓർക്കുന്നുള്ളൂ. ഇത്രയും സിനിമകൾ അഭിനയിച്ചു. അപ്പൊ സ്വാഭാവികമായി AMMയുടെ അംഗത്വത്തിന് താങ്കൾക്ക് കഴിയും. 3 സിനിമകളിൽ അഭിനയിച്ചാൽ AMMയ്ക്ക് അംഗത്വം നൽകാം. അതാണല്ലോ ചട്ടം.